ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ കല്യാണമായിരുന്നു, അത് കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം പോയി. പയ്യൻ്റെ വീട്ടിലാണ്, പയ്യൻ്റെ കല്യാണമാണ്. അപ്പോൾ രാവിലെ കല്യാണത്തിന് പോയിട്ട് വൈകുന്നേരം റിസപ്ഷനൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓടി ഓടി ലൈവ് വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ വിശേഷങ്ങളൊന്നും പറയാനില്ല. നമ്മൾ അന്നന്ന് നല്ല വിശേഷങ്ങൾ 2-3 വട്ടം ലൈവ് വരുന്നതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ്? കയ്യിൽ കിടന്ന വാച്ച് പോയി കേട്ടോ. വാച്ചൊക്കെ കെട്ടിപ്പോയി. മണ്ഡപത്തിൽ ചെന്നു നോക്കുന്നു, വാച്ച് കാണാനില്ല. എങ്ങനെ മിസ്സായിപ്പോയി. ഒരു വിഷമമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട വാച്ചാണ്. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം. നമ്മുടെ വീഡിയോയിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റുമോ വാച്ച്. ഇഷ്ടപ്പെട്ട വാച്ച്. അപ്പോൾ വാച്ച് മിസ്സിങ് ആയി. വാച്ച് പോയി. ഇന്ന് മൊത്തം പിന്നെ കുലുമാലി തന്നെ കേട്ടോ. ഇന്ന് രാവിലെ മുതലേ കുലുമാലി തന്നെ. ഉച്ചയ്ക്ക് വീഡിയോ ഇട്ടപ്പോണ്ടല്ലോ, വീഡിയോ ലൈവ് ഇരിക്കെ ലൈവ് ഇരുന്നിട്ട് നോക്കുമ്പോൾ കമൻറ്റും കാണാനില്ല, ആൾക്കാരെയും കാണാനില്ല. മൊത്തത്തിലങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ കട്ടാക്കാൻ നോക്കണം, കട്ടാക്കാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നോ, എന്തോ എനിക്കറിയില്ല, നെറ്റിൻ്റെ പ്രശ്നം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ കുറേ നേരം അതൊരു ടെൻഷനായിരുന്നു. അത് കറങ്ങി പിന്നെ എന്താ പറയേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് ജോലിക്ക് പോകേണ്ടായിരുന്നു, ഇന്നലെ പോകണമായിരുന്നു, പിന്നെ നാളെ പോകണം. ഇതൊക്കെ തന്നെയാണ് വിശേഷം. പിന്നെന്തോ പറയും. പിന്നീട് ഞാൻ കല്യാണത്തിന് പോയി വീഡിയോ എടുക്കുന്നതാണ്. രാവിലത്തെ രാവിലെ പോയതൊക്കെ വീഡിയോ എടുത്തു. പക്ഷേ വൈകുന്നേരം പോയി ഇത് വീഡിയോ എടുത്തില്ല സുഹൃത്തുക്കളെ. ഞാൻ ഇറങ്ങാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടിട്ടാണ് പോയത്. പക്ഷേ അവിടെ മണ്ഡപത്തിൽ ചെന്നതിന് ശേഷം വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും ഇല്ല. എന്തോ ഒരു കുഞ്ഞു വീഡിയോ എടുത്തെന്ന് തോന്നുന്നു, അല്ലാണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. വാച്ച് പെയ്യതോടെ മൈൻഡ് പോയി കേട്ടോ. കയ്യിൽ നിന്ന് വാച്ച് പെയ്യതോടെ പിന്നെ ആകെ കിളി പോയി അവസ്ഥയായിരുന്നു. പിന്നെ എന്തോ പറയാം, കുറേ പിന്നെ ആയില്ലേ. അതാണ്, ചില വാക്കുകൾ നമ്മളങ്ങ് സ്ഥിരം ഉപയോഗിച്ചാലേ പിന്നെ ആ വാക്കുകൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ഉത്സാഹം തോന്നിയില്ല, വീഡിയോ എടുത്തില്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കല്യാണത്തിനൊക്കെ പോയാലും കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണേണ്. ഇന്ന് എടുത്തില്ല. പിന്നെന്തുണ്ട് വേറെ? അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. പാചക വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി. പാചക വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ലൈവ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പാചക വീഡിയോ എടുക്കാം, ഫോൺ കൊണ്ട് വെച്ചിട്ട് പാചക വീഡിയോ എടുക്കാം. ഇപ്പം അങ്ങനെയല്ലപ്പാ. ഇപ്പം ജോലിക്ക് പോയിട്ട് ഓടി വരും, എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടി പറക്കി വെച്ചിട്ട് ലൈവ് വരെ പോകണം. ലൈവ് വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. എന്താ ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലെവലാവട്ടെ എന്ന് പറഞ്ഞ് ഓടി ലൈവ് വരുന്ന എന്തൊരാവും ഏതാവെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ കണ്ടതുപോലെ ആൾക്കാരും വലുതായിട്ടൊന്നും കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വരും ദിവസങ്ങളിൽ കല്യാണം നോക്കണം. ബ്ലൗസുകൾ കുറേ തക്കി ഇരിക്കണുണ്ടപ്പ. 1-2 തയ്ക്കും, പിന്നെ മടി വരും. എനിക്കറിയണ്ട, എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് പൊങ്കാല ഇടുന്നോന്തോ എനിക്കറിയത്തില്ല. ഓണം ഇങ്ങെത്തിയേ, ഓണത്തിനും കല്യാണത്തിനൊക്കെ ഉള്ള ബ്ലൗസുകളാണ്. ഓരോന്നോരോന്നൊക്കെ തച്ചിരുന്നെങ്കിൽ 10 ദിവസം ആകുമ്പോൾ അത് കുറേ ഒതുങ്ങിയേനെ. നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ലൈവ് കഴിഞ്ഞിട്ടൊരു ബ്ലൗസ് തയ്ക്കണേ, ചേച്ചിയുടെ ബ്ലൗസ്. ചേച്ചിയാണെങ്കിൽ സമയത്ത് കൊണ്ട് തരൂല കേട്ടോ, സമയത്ത് കൊണ്ട് തരേയില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണണമെങ്കിൽ പറയും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി കൊണ്ട് തരും. കൊണ്ടുവന്നിട്ട് നേരം വിളക്കും മുമ്പേ നിൽക്കും ബ്ലൗസിന്. എനിക്കാണെങ്കിൽ തലപ്പിരാന്ത് എടുത്ത് വരും കേട്ടോ. എനിക്ക് ഗുണവും വന്ന് കയറി, എനിക്ക് ദേഷ്യം കഴിഞ്ഞ് എന്തെങ്കിലും പറയും. അല്ലെങ്കിൽ നേരത്തെ എടുത്തുകൊണ്ട് തരണം, അത് തരൂല. തലേ ദിവസം രാത്രി കൊണ്ട് തന്നിട്ട് പിറ്റേന്ന് വെളുക്കും മുമ്പ് എണീറ്റ് നിൽക്കും ബ്ലൗസിനെന്ന് പറയും. ഇപ്പോൾ 2 ബ്ലൗസ് കൊണ്ട് തന്ന് ഇന്നലെ ഒരെണ്ണം തയ്ച്ചു കൊടുത്ത്. ഇന്ന് വൈകുന്നേരത്തേക്ക് റിസപ്ഷൻ ഇട്ടുണ്ടപ്പോൾ ഒരു ബ്ലൗസ് തയ്ക്കണമായിരുന്നു. ഞാൻ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നുടനെ ലൈവ്, നമ്മൾ സാരി കൊടുത്തോണ്ട് എല്ലാവരും പലരും പറയും, ചേച്ചിയില്ല സാരി കൊടുത്ത് വീഡിയോ എടുക്കാത്തത്, ലൈവ് എടുക്കാത്തതെന്നും പറഞ്ഞു. അപ്പം നമ്മൾ എപ്പോഴും വീട്ടു വേഷത്തിലൊക്കെ ആണല്ലോ ലൈവ് ചെയ്യുന്നത്. നൈറ്റിയോ ചുരിദാറോ ഒക്കെ ഇട്ടിട്ടാണ് ലൈവ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് സാരി ഉടുത്തിട്ട് വന്ന് ആ വേഷത്തിലങ്ങ് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നുടനെ കല്യാണത്തിന് പോയിട്ട് 1 മണിയായി വന്നുടനെ ലൈവ് ഇരുന്ന് ഒരു 2 മണിക്കൂറൊക്കെ ആവാനായപ്പോഴാണ് കറക്കം തുടങ്ങിയത്, അങ്ങ് നിന്നത്. പിന്നെ അതിൻ്റെ പിന്നാലെ കുറച്ച് ആ ലൈവ് കട്ടതിന് ശേഷം പിന്നെ ആ ലൈവ് കട്ടാക്കാനും പറ്റുന്നില്ല. പിന്നെ അടുത്ത 1-2 വട്ടം ലൈവ് വന്ന് നോക്കി. അങ്ങനെ ആകെ ഇന്ന് മൊത്തം എൻ്റെ മനസ്സ് മൊത്തം ബ്ലാങ്ക് എന്ന് പറയാം. എന്താ പറയാ. അപ്പോൾ അതിനിടയിൽ അവിടെ ബ്ലൗസിന് വിളിക്കുന്നു, ബ്ലൗസ് തയ്ച്ചില്ല, ബ്ലൗസിന് വിളിക്കുന്നു.
അടാ ചേടാ എവിടെ എന്ന് പറഞ്ഞിട്ട് ബ്ലൗസ് തച്ചെടുത്തപ്പോൾ ആള് വേറെ സാരിയെ കൊടുത്തങ്ങ് പോയി. ആ പോട്ടെ. ഇങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യം. എൻ്റെ നിത്യവിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നിത്യവിശേഷമാണ്. ഞാൻ നന്നായിട്ടൊക്കെ ഒരുങ്ങിപ്പോയപ്പാ. വാച്ച് പെയ്തോടാ കിളി പോയി, മൈൻഡ് പോയി, വീഡിയോ എടുക്കണം മൈൻഡ് പോയി, അങ്ങാകെ ഒരു ഇതായി. അപ്പം ഇതൊക്കെ തന്നെയാണ് വിശേഷം. എന്തൊക്കെയോ ഞാൻ നിത്യവും ഇപ്പോൾ വരുന്നില്ല കേട്ടോ. ഒന്നിടവിട്ട് 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത്. ലൈവ് വരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത, പാചക വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത, പിന്നെ ട്രാവൽ വീഡിയോ ഒക്കെ എടുത്താലും ഒക്കെ കണക്കാണേ. ട്രാവൽ വീഡിയോ എടുത്താലും ഇങ്ങനെ ഒന്ന് കഥ പറഞ്ഞാലും പാചകം ചെയ്താലും ഒക്കെ കണക്കാണ്. ആരും കാണുന്നതൊക്കെ കുറവാണ്. എന്നെങ്ങാനും നമ്മളെ ആൾക്കാർ അപ്പോൾ ഒരു 500,000 പേര് കാണുന്ന ദിവസം വരുമോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്, കൂടുതലൊന്നും പറയണില്ല. ഈ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ആക്കിയിട്ട് വേണം ഒന്ന് ലൈവ് വരെ. ലൈവിന് ഇപ്പോൾ രാത്രി വരെ നിൽക്കുന്നില്ല. രാത്രി വരെ സാരി കൊടുത്തുകൊണ്ട് നിൽക്കുന്നില്ല. നേരത്തെ ലൈവ് വന്നിട്ട് 10-10:30 ആകുമ്പോൾ നടത്താൻ. നാളെ ജോലിക്ക് പോകണം. ഇതൊക്കെ തന്നെയാണ് വിശേഷം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സ്പീഡ് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു മൈക്ക് വാങ്ങണം കേട്ടോ. മൈക്ക് വാങ്ങണം എന്ന് പറയണല്ലാതെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് പൊട്ടിട്ടിന് കുറേ നാളായേ. അതുപോലെ മാറ്റാൻ കടയിൽ കൊണ്ട് മാറ്റരുത്. എല്ലാത്തിനും ജോലിയും കഴിഞ്ഞ് ഓടും, വീട്ടിലോടും. പിന്നെ ഇതിൻ്റെ പിന്നാലെ ഒന്നും അതും കൊണ്ട് നടക്കാനൊന്നും വയ്യ. ജോലി കഴിഞ്ഞ് പിന്നെ ഒരിടം തിരിഞ്ഞും നിൽക്കൂല, നേരെ വീട്ടിലോട്ട് ഓടും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ വാർത്ത ഇതൊക്കെയാണ്. ഇന്നത്തെ ഈ ചേച്ചിയുടെ വാർത്തകളും വിശേഷങ്ങളും ഇതൊക്കെയാണ്. കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് ലൈവ് വരെ. നേരത്തെ ലൈവ് വന്നിട്ട് അങ്ങ് 1 മണിക്കൂറോ 1/2 മണിക്കൂറോ 1.5 മണിക്കൂറോ എങ്ങനെയാണ് ആളുള്ളത് പോലെ നോക്കട്ടെ. ആൾ കുറവാണെങ്കിൽ 1/2 മണിക്കൂർ ഇരുന്നിട്ട് പോകാം. നമ്മുടെ ലൈവിൽ കാണാൻ ആളുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇരിക്കാം. നോക്കട്ടെ, എന്തായാലും സൗകര്യം പോലെയൊക്കെ ചെയ്യാം. എന്തൊക്കെ പറഞ്ഞെങ്കിലും വാച്ച് പോയതിന് ഒത്തിരി ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട വാച്ചേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോയത് പോട്ടെ, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ടാറ്റ, ബൈ ബൈ.